എല്ലാ പ്രാവശ്യവും നാട്ടിൽ ചെല്ലുമ്പോൾ ഒരാളെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവിടെ എങ്ങനെയാ നാട്ടിലെ സാധനങ്ങളൊക്കെ കിട്ടുമോ? നമ്മുടെ നാട്ടിലെ പച്ചക്കറിയും മീനും ഇറച്ചിയൊക്കെ ഉണ്ടോ? അതിനൊക്കെ എങ്ങനെയുണ്ട് വില എന്നൊക്കെ. അപ്പൊ കരുതി ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ലിഡിൽ സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം, കൂട്ടത്തിൽ ഞങ്ങളുടെ വീക്കെൻഡ് ഷോപ്പിംഗും ഒന്ന് നടത്താം. ലിഡിലേക്ക് എത്തുമ്പോൾ തന്നെ അവരുടെ ടൈമിങ്ങും അവരുടെ സർവീസുകളും ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാം. പിന്നെ ഇത് അവരുടെ പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. കസ്റ്റമേഴ്സിന് വരെ 1 മണിക്കൂർ സമയമേ അവരുടെ വണ്ടി ഈ പാർക്കിംഗ് ഏരിയയിൽ ഇടാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നേരം പാർക്ക് ചെയ്യുന്നവരെ പിടിക്കാനായിട്ട് ഒരു ക്യാമറ കണ്ണ് അവിടെ ഇരിപ്പുണ്ട്. 1 മണിക്കൂർ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞ് വീട്ടിലേക്ക് ഒരു ലെറ്റർ വരും. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്ത് തന്നെ പാർക്കിംഗ് ഏരിയയിലായിട്ട് ഇതുപോലെ ട്രോളിക്ക് ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രോളി എടുക്കാം. ഇതിൽ ചില ട്രോളീസ് കോയിൻ ഇട്ടാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ട്രോളിയും എടുത്ത് നേരെ ഷോപ്പിങ്ങിനായിട്ട് അങ്ങ് കയറി. ഇവിടെ മറ്റ് സൂപ്പർ മാർക്കറ്റുകളുണ്ടെങ്കിലും എനിക്ക് കൂടുതലും ഇഷ്ടം ലിഡിലിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ്. ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ല ഫ്രഷും മാത്രമല്ല ബാക്കിയുള്ളിടത്തെക്കാട്ടിലും കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുന്തിരിങ്ങ എടുക്കുകയാണെങ്കിൽ പല വെറൈറ്റി മുന്തിരിങ്ങകൾ ഇവിടെ കിട്ടാറുണ്ട്. പച്ച, കറുപ്പ്, പിങ്ക്, കുരു ഉള്ളത്, കുരു ഇല്ലാത്തത്, പിന്നെ ഇതുപോലെ മിക്സ്ഡ് പാക്കറ്റിലും കിട്ടാറുണ്ട്. ആ ഒരു പാക്കറ്റിൽ ഹാഫ് പച്ച മുന്തിരിങ്ങയും ഹാഫ് പിങ്കോ അല്ലെങ്കിൽ കറുത്ത മുന്തിരിങ്ങയോ ആണ് കിട്ടാറ്. പിന്നെ മെയിനായിട്ടുള്ളത് ആപ്പിൾസ് ആണ്. അതും പല വലിപ്പത്തിലും നിറത്തിലും പേരിലും ഉണ്ട്. ഇവിടെ കിട്ടുന്ന എല്ലാ ടൈപ്പ് ആപ്പിൾസിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല, എങ്കിലും അറിയുന്നത് പിങ്ക് ലേഡിയും ഗാല ആപ്പിളുമാണ്. ഇവിടെ ഓരോ സീസൺ അനുസരിച്ചാണ് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നത്. അതാത് സീസണിലുള്ള ഫ്രൂട്ട്സ് വളരെ സുലഭമായിട്ട് കിട്ടും. സമ്മറിലാണ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കിട്ടാറ്. ആപ്പിളും ഗ്രേപ്സ് മാത്രമല്ല കേട്ടോ, പോംഗ്രനേറ്റ്, ഫിഗ്, പീച്ച്, പിയർ, വാട്ടർമെലൺ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ സൂപ്പർ മാർക്കറ്റിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ വേഗൻ പ്രോഡക്ട്സ് കിട്ടുന്ന സെക്ഷനാണ്. ഒട്ടുമിക്ക മീറ്റ് ഐറ്റംസിൻ്റെയും വേഗൻ ഓപ്ഷൻസും നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ സാധിക്കും. ലിഡിലിൽ പിന്നെ സുലഭമായി കിട്ടുന്നത് ഫ്രഷ് ജ്യൂസസും അതുപോലെ പല ഫ്ലേവേഴ്സിലുള്ള കോഫീസുമാണ്. പിന്നെ മറ്റൊരു സെക്ഷൻ വരുന്നത് ഇവരുടെ ബേക്കറി സെക്ഷനാണ്. നാട്ടിലെ ബേക്കറികളിലൊക്കെ പരിപ്പുവട, ഉഴുന്നുവട, പഴംപൊരി, പല വെറൈറ്റി കേക്കുകൾ, ലഡു, ജിലേബി, ഇതൊക്കെ നമ്മൾ ചില്ലുകൂട്ടിൽ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള നാടൻ പലഹാരങ്ങൾക്ക് പകരം ഇവിടുത്തെ നാടൻ ബേക്ക്ഡ് ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഈ യൂറോപ്പിലെ ഏത് രാജ്യത്ത് ചെന്നാലും ഏത് കടയിൽ ചെന്നാലും സുലഭമായി കാണാൻ പറ്റുന്ന ബ്രെഡ് ഐറ്റംസ് ആണ്. ബ്രെഡ് ഇല്ലാതെ യൂറോപ്പിൽ എന്ത് ജീവിതം? പല വെറൈറ്റി സൂഷീസ്, അരപ്പ് പുരട്ടിയ മീൻ, ഇറച്ചി, ഇതൊക്കെ കിട്ടുന്ന ഫ്രഷ് ആൻഡ് ഫ്രോസൺ ഫുഡ് സെക്ഷനാണ് അടുത്തത്. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് എരിവും മസാലകളും ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം ടേസ്റ്റിൽ പെട്ടെന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും മീനും ഒക്കെ ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ചിക്കനും മീനും മാത്രമല്ല കേട്ടോ, പല രീതിയിൽ കട്ട് ചെയ്ത ബീഫ്, പോർക്ക്, ടർക്കി, അങ്ങനെ ഒരുപാട് മീറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി പോർക്കും ബീഫും കൂടെ ഒരുമിച്ച് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് 2 മീറ്റും കൂടെ മിൻസ് ചെയ്തതും ഇവിടെ കിട്ടും. എന്താ അല്ലേ, ഇപ്പോൾ ഒക്കെ നമ്മുടെ നാട്ടിലും ഇതൊക്കെ കിട്ടുമെന്നേ. പിന്നെ ഫ്രഷ് മീറ്റ് മാത്രമല്ല, ഉണക്കിയ മീറ്റും ഇവിടെ കിട്ടും, നമ്മുടെ നാട്ടിലെ ഉണക്കമീൻ പോലെ. പിന്നെ ഈ കാണുന്ന ഒരു ഏരിയ അത് ഞാൻ എനിക്ക് തന്നെ വിലക്ക് കൽപ്പിച്ചേക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവിടുന്ന് നല്ല വിശാലമായി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. നാട്ടിലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കാനായിട്ട് ബിസ്ക്കറ്റും ചോക്ലേറ്റ്സും ഒക്കെ. നെക്സ്റ്റ് ആക്സിയോൺ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇവിടെ ഓഫറിലുള്ള ഈറ്റബിൾ ഐറ്റംസ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. യൂറോപ്പിൻ്റെ മുക്കിലും മൂലയിലും കാണാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഹോട്ട് ഡോഗ്സ് അല്ലെങ്കിൽ സോസേജസ്. എത്ര വെറൈറ്റി സോസേജസ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ കിട്ടും. ടർക്കി, കോഴി, ബീഫ്, പോർക്ക്, പിന്നെ അതിൻ്റെ ഒരു മിക്സ്, പിന്നെ ഇതിലൊക്കെ പല സോസുകൾ ചേർന്നത്, ഗ്രില്ല് ചെയ്യാൻ പരുവത്തിനുള്ളത്, അങ്ങനെ സോസേജസിന് ഒരു കലവറ തന്നെയാണ് ഇവിടെ ഉള്ളത്. കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നതും കൂടുതൽ പ്രോഡക്ട്സ് ഉള്ളതുമായിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ഡയറി സെക്ഷൻ കേട്ടോ. ചീസും ബ്രെഡും സോസേജും ഇല്ലാതെ എന്ത് യൂറോപ്പ്? അതുകൊണ്ട് തന്നെ പല വെറൈറ്റി ചീസുകൾ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ സൂപ്പർ മാർക്കറ്റുകളിൽ കാണാൻ സാധിക്കും. പിന്നെ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഗുവാക്കമോളി ഡിപ്പ് മുതൽ പല വെറൈറ്റി ഡിപ്പുകളും സ്പ്രെഡുകളും ഇവിടെ വളരെ സുലഭമാണ് കേട്ടോ. ആൾക്കാരുടെ ലൈഫ് ഈസിയാക്കാനുള്ള ക്യാൻഡ് ഐറ്റംസ് പല രൂപത്തിലും ഭാവത്തിലും ഉള്ളത് നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഈ സാധനങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ഓടി നടന്ന് കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ വീക്കെൻഡ് ഷോപ്പിങ്ങും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. സാറ്റർഡേ ഉച്ച കഴിഞ്ഞതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഏറെക്കുറെ തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരുടെയും വീക്കെൻഡ് ഷോപ്പിംഗ് ഇന്നാണല്ലോ. സൺഡേ ഇവിടെ ഒരു പെട്ടിക്കട പോലും തുറക്കൂല. അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണുടക്കിയ ഒരു സംഭവം കണ്ടോ, ഫ്രോസൺ സ്പ്രിംഗ് റോൾ. ഇത് വാങ്ങിച്ച് കൊണ്ടുപോയി എണ്ണയിലിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മുരുമുര സ്പ്രിംഗ് റോൾ കഴിക്കാം. പിന്നെ ഈ കാണുന്ന ഐസ് പെട്ടികൾക്കുള്ളിൽ ഐസ്ക്രീമും കേക്കും മാത്രമല്ല കേട്ടോ,
ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പിസ്സ, മുരുമുര വറുത്തെടുക്കാൻ പറ്റുന്ന ചിക്കൻ, മീൻ നഗ്ഗറ്റ്സ്, പിന്നെ ദാ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും മീനും ഒക്കെ ഉണ്ട്. ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, ഓരോ സീസണിനും ആവശ്യമായിട്ടുള്ള തുണിയും ഷൂസും ഒക്കെ നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷേ സ്റ്റോക്ക് വരുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു പോകാറാണ് പതിവ്. മദ്യം, പാല് പോലെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും എന്ന് പറയുന്നത് വെറുതെ ഒന്നും അല്ല കേട്ടോ. പല ബ്രാൻഡ്, വെറൈറ്റി, പല രാജ്യത്ത് നിന്നുള്ളതൊക്കെ ഇവിടെ കിട്ടും. ഇവിടുത്തെ ഓരോ സീസൺ അനുസരിച്ച് 2-3 ആഴ്ചത്തേക്ക് എക്സ്ക്ലൂസീവായിട്ട് ഇവിടെ കുറേ സാധനങ്ങൾ വരാറുണ്ട്. അതാവട്ടെ വരുന്ന പോലെ തന്നെ പെട്ടെന്ന് തീർന്നു പോകാറുണ്ട്. സമ്മർ ആകുമ്പോൾ ബാൽക്കണിയിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ വിൻ്ററിൽ ജാക്കറ്റും തെർമൽസും ആയിരിക്കും. അങ്ങനെ ലിഡിൽ മൊത്തം ഓടി നടന്ന് വീഡിയോ എടുത്തതിന് ശേഷം എനിക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികളും ഞാനിങ്ങ് എടുത്തു. പച്ചക്കറിയും ഇവിടെ സീസണലാണ് കേട്ടോ. സമ്മർ തുടങ്ങാറായതുകൊണ്ട് തന്നെ പല വെറൈറ്റി പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. ഇന്നെന്തോ ലിഡിൽ കൂടുതലായിട്ട് കണ്ടത് പല രൂപത്തിലും ഭാവത്തിലും കളറിലും ഉള്ള തക്കാളി. അങ്ങനെ ബില്ലിങ്ങിലേക്ക് പോകുന്ന വഴിക്കാണ് അയ്യോ തേയില എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേയില തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്നാണ് തേയില വാങ്ങിക്കാറ്. അതും ഈ കാണുന്ന ടീ ബാഗ്സ് ആണ് ഞാൻ വാങ്ങിക്കാറ്. അങ്ങനെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ ബില്ലിംഗ് കൗണ്ടറിലേക്ക് ബില്ലടിക്കാനായിട്ട് എത്തി. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വാങ്ങിച്ച സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എടുത്തു വെക്കുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇവിടുത്തെ മിക്ക സൂപ്പർ മാർക്കറ്റിലും ഡോഗ്സ് അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവരികയാണെങ്കിൽ പുറത്ത് കെട്ടിയിട്ടിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഇനി ഷോപ്പിങ്ങിന് വരുന്ന സമയത്ത് ഒരു കോഫി കുടിക്കണം എന്ന് തോന്നിയാൽ അതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ കൂടി കാണിക്കാൻ പറ്റിയ സന്തോഷത്തിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ശരി എന്നാൽ പിന്നെ